ഹർഷീനയുടെ ഈ പ്രയാസങ്ങൾ, ഈ വിഷമം അധികാരികൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് ഞങ്ങളുടെ കോഴിക്കോട് റിപ്പോർട്ടർ റിയാസ് KMR ആണ്. റിയാസ് KMR ഇപ്പോൾ ചേരുന്നുണ്ട്. റിയാസ്, വളരെ നേരത്തെ തന്നെ ഹർഷീനയുടെ ഈ വാർത്ത കേരള വിഷൻ റിപ്പോർട്ട് ചെയ്തതാണ്, അധികാരികൾക്ക് മുന്നിലേക്ക് വെച്ചതാണ്. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടേതടക്കം പ്രതികരണങ്ങൾ നമ്മൾ എടുത്തതാണ്. അപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞത് കൃത്യമായി ഹർഷീന ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ്. റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് തക്കതായ നടപടി സ്വീകരിക്കുമെന്നാണ്. എന്നാൽ പല ഘട്ടങ്ങളിലായി ഹർഷീനയ്ക്ക് ആരോഗ്യമന്ത്രി നൽകിയ ഉറപ്പുകളെല്ലാം ലംഘിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത് പാലിക്കപ്പെടാതെ പോകുന്ന സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? എന്താണ് ഹർഷീന പറയുന്ന മറ്റ് കൂടുതൽ കാര്യങ്ങൾ? കമലേഷ്, കഴിഞ്ഞ 5 വർഷമായി തന്റെ ആരോഗ്യ പ്രശ്നം, അതും താൻ കാരണം അല്ലാതെ വന്ന ഒരു ആരോഗ്യ പ്രശ്നത്തിന്റെ പേരിൽ നീതി തേടി ഒരു വീട്ടമ്മ രംഗത്ത് ഇറങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഹർഷന എന്ന് പറയുന്ന ഈ യുവതിയുടെ ആരോഗ്യ പ്രശ്നത്തിന് കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇവരുടെ ഒരു ശസ്ത്രക്രിയക്കിടെ ഇവരുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവമാണ്. ഈ 5 വർഷമായി ഇവർ നീതി തേടി നടക്കുകയാണ്. ഇതെല്ലാം തന്നെ നേരത്തെ നമ്മൾ തന്നെ വാർത്ത നൽകുകയും ഇത് സംബന്ധിച്ച് ഹർഷനിക്ക് 5 വർഷമായിട്ടും നീതി ലഭിച്ചിട്ടില്ലെന്ന കാര്യം പുറത്തു കൊണ്ടുവരികയും ഒക്കെ ചെയ്തതാണ്. ആ സമയത്ത്, ഇത് വാർത്ത വരുന്ന സമയത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ ഇവരെ ഫോണിൽ ബന്ധപ്പെടുന്നു. വിവാദം ഉയരുന്ന സമയത്ത് മാത്രം ഇടപെടുകയും, എന്നാൽ അത്തരം സമയങ്ങളിലെല്ലാം കുറെ പാഴ്വാക്കുകൾ മാത്രം നൽകി അവരെ തൃപ്തിപ്പെടുത്തി അവരെ പിന്മാറ്റിക്കൊണ്ട് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ അത്തരം വാക്കുകളൊന്നും തന്നെ ഫലവത്തായിട്ടില്ല എന്നുള്ളതാണ് ഹർഷനയുടെ പുതിയ പ്രതികരണവും വ്യക്തമാക്കുന്നത്. ഹർഷന ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് കഴിഞ്ഞ ദിവസം മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുകയാണ്. അവരുടെ നീതി തേടിക്കൊണ്ടുള്ള ഒരു സമരം. അത്രയധികം ഒരു ഗതികേടിലാണ് അവരുള്ളത് എന്നുള്ളതാണ്. അത്രയധികം ദൈന്യത അവർ അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല, അവർ കേരള വിഷൻ ന്യൂസിനോട് സംസാരിക്കുന്ന സമയത്ത് പോലും അവരുടെ ആരോഗ്യ പ്രശ്നം അവരുടെ വാക്കുകളിൽ തന്നെ നമുക്ക് പ്രകടമാണ്. ഏറെ വേദന കടിച്ചമർത്തിക്കൊണ്ടാണ് അവർ സംസാരിച്ചത് എന്നുള്ളതാണ്. നമുക്ക് കൂടുതലായി അവരോട് കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ പോലും അത്തരമൊരു സാഹചര്യം അവരുടെ ആരോഗ്യാവസ്ഥയ്ക്കില്ല. എന്നിട്ട് കൂടി അവർക്ക് സമരരംഗത്ത് ഇറങ്ങേണ്ടി വരുന്നു എന്നുള്ളത് ആരോഗ്യ വകുപ്പിന്റെ കടുത്ത അനാസ്ഥയും പിടിപ്പുകേടും തന്നെയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കമലേഷ്, റിയാസ്, നേരത്തെ തന്നെ ഹർഷീനയും കുടുംബവും ഇത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധത്തിന്റെ വക്കിലേക്ക് നീങ്ങിയതായിരുന്നു. എന്നാൽ ആ സമയത്താണ് ആരോഗ്യമന്ത്രി ഇടപെട്ട് ചില ഉറപ്പുകൾ നൽകിയത്. അന്ന് ആ വാർത്ത കേരള വിഷൻ റിപ്പോർട്ട് ചെയ്തതുമാണ്. എന്നാൽ ഇപ്പോൾ ഈ ഉറപ്പുകൾ തുടർച്ചയായി പാലിക്കപ്പെടാതെ പോകുന്ന സാഹചര്യത്തിൽ ഇനി എന്താണ് ഹർഷീനയുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഹർഷീന ആലോചിക്കുന്നത്? ഹർഷന ഇത് സംബന്ധിച്ച് പ്രധാനമായും നിയമ നടപടിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. തനിക്ക് നീതി ലഭിക്കണം. കാരണം ഇതൊരു തന്റെ ജീവിതം തകർത്ത ഒരു സാഹചര്യമാണ് ഈ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് കാരണം ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷമായി താൻ ആരോഗ്യ പ്രശ്നം നേരിടുന്നു. മാത്രമല്ല, ഇതിന്റെ അനുബന്ധ ചികിത്സയുടെ പേരിൽ അവർക്കുണ്ടായിരുന്ന സാമ്പത്തിക നഷ്ടം, അവരുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോഴും അവർ കഴിയുന്നത്. ഈ കത്രിക കണ്ടെത്തിയതിനു ശേഷവും അവർ കഴിയുന്ന അത്തരത്തിലൊരു അവസ്ഥയാണ്. അവരുടെ പൂർണ്ണ ആരോഗ്യം തിരിച്ചു കൊടുക്കാൻ ഇതുവരെയായി ഡോക്ടർമാർക്ക് സാധിച്ചിട്ടില്ല. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് കാരണം ഒരു രോഗി അവരുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന വിധം ജീവിതം മുന്നോട്ട് തള്ളി നീക്കേണ്ടുന്ന ദയനീയമായൊരു അവസ്ഥ. അതുകൊണ്ട് തന്നെ അവർ നിയമ നടപടിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഏറ്റവും പുതിയ വിവരം. ഇത് സംബന്ധിച്ച് അവർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കാരണം അവർ ഈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് അതായത് ആശുപത്രി സൂപ്രണ്ടിനെയും ഒപ്പം തന്നെ മറ്റ് ഗൈനക്കോളജിയിലെ 2 ഡോക്ടർമാരെയും പ്രതികളാക്കണം എന്നുള്ളതാണ്. ഈ ഒരു ആവശ്യവുമായി മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് അവർ നീങ്ങുന്നത്. അഥവാ ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിയമ നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ മറ്റു തുടർ നടപടികളിലേക്ക് നീങ്ങാനും ഹർഷനയും ഹർഷനയുടെ കുടുംബവും ആലോചിക്കുന്നുണ്ട്. കമേഷ്, വ്യക്തമാണ് റിയാസ്. സംഭവത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ആരോഗ്യമന്ത്രിക്കെതിരെ ഈ ചികിത്സാ പിഴവിന് ഇരയായ യുവതി KK ഹർഷീന ഉന്നയിക്കുന്നത്. ആരോഗ്യമന്ത്രി നൽകിയ ഉറപ്പിന് ഒരു വിലയുമില്ലാതായെന്ന് ഹർഷീന കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇനിയിപ്പോൾ
ഈ വിഷയം വീണ്ടും വാർത്തയായി ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റിയാസ് KMR ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.